കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആപ്പിൾ അവരുടെ ഐഫോൺസിൽ കൊണ്ടുവരാത്തൊരു ഡിസൈനാണ് ഇപ്പോൾ ആപ്പിൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഐഫോൺ 14, ഐഫോൺ 14 പ്ലസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആപ്പിൾ ഇത്തവണ ഐഫോൺ 14 സീരീസിൽ 4 ഫോൺസ് ആയിരുന്നു ലോഞ്ച് ചെയ്തിരുന്നത്. ഐഫോൺ 14, ഐഫോൺ 14 പ്ലസ്, ഐഫോൺ 14 പ്രോ, ഐഫോൺ 14 പ്രോ മാക്സ്. ഇതിൽ ഐഫോൺ 14 എന്നുള്ളത് ഐഫോൺ 13 ഇല്ലേ, അത് തന്നെയായിരുന്നു ഐഫോൺ 14ഉം. കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സും ഐഫോൺ 14ൻ്റെ റെഗുലർ മോഡൽസിൽ കൊണ്ടുവന്നിട്ടില്ല. ഉള്ള ഫീച്ചേഴ്സ് എല്ലാം പ്രോ മോഡൽസിന് മാത്രമാണ് ആപ്പിൾ കൊടുത്തിരുന്നത്. ഇത്തവണ ആപ്പിൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഐഫോൺ 14, ഐഫോൺ 14 പ്ലസിൽ കാര്യമായിട്ടുള്ള ഒരു ഡിസൈൻ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഐഫോൺ 13 ഉണ്ടായിരുന്ന അതേ ഡിസൈൻ തന്നെയാണ് ഐഫോൺ 14ലും കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇന്റേണൽ ആയിട്ടുള്ള ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഐഫോണ് നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആപ്പിൾ അവരുടെ ഐഫോൺസിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടില്ല. ആപ്പിളിൻ്റെ ഐഫോൺ 11 വരെ ഒരേ ഡിസൈൻ പാറ്റേണിലായിരുന്നു പോന്നുകൊണ്ടിരുന്നത്. ഐഫോൺ 12 എത്തിയപ്പം ഐഫോണിൻ്റെ ഡിസൈൻ ആകെ ഒരു അടിപടലം മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബോക്സി ഡിസൈനിലോട്ട് ഐഫോൺ 12 വന്നു. ഈ ഒരു ബോക്സി ഡിസൈൻ ഇൻസ്പയർ ആയി എടുത്തത് ആപ്പിൾ ഇതിന് മുമ്പ് ലോഞ്ച് ചെയ്ത ഐഫോണിൻ്റെ 5, 5S അല്ലെങ്കിൽ 5SE ഈ മോഡൽസ് അല്ലേ, ഈ മോഡൽസ് ഉണ്ടായിരുന്ന ഒരു ബോക്സി ഡിസൈനാണ് ഐഫോൺ 12 സീരീസിന് ശേഷം കൊണ്ടുവന്നത്. ഇപ്പോൾ ഐഫോൺ 14, 14 പ്ലസിൽ ഐഫോണിൻ്റെ 4S ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഇന്റേണൽ ഡിസൈനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആപ്പിൾ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ ഐഫോൺസും ഫ്രണ്ട് ഓപ്പണിംഗ് ആയിരുന്നു. ഫോണിൽ എന്ത് റിപ്പയർ ചെയ്യണമെങ്കിലും ആദ്യം ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ആ ഫോണിൻ്റെ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്തതിന് ശേഷമേ ആ ഫോണിലുള്ള റിപ്പയറിങ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷേ ഇത്തവണ ലോഞ്ച് ചെയ്തിട്ടുള്ള ഐഫോൺ 14, 14 പ്ലസ് എന്നുള്ള ഫോണിൽ ഫോണിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിസ്പ്ലേയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ബുക്ക് തുറക്കുന്ന പോലെ ഫോണിൻ്റെ ഡിസ്പ്ലേയും ബാക്ക് പാനലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആ മിഡിൽ ഫ്രെയിമിലാണ് ഈ ഫോണിൻ്റെ ബോർഡും ഇന്റേണൽ ആയിട്ടുള്ള ബാറ്ററിയും പിന്നെ ചാർജിങ് സ്ട്രിപ്പും ക്യാമറാസും എല്ലാം വരുന്നത്. ഈ ഫോണിലുള്ള എല്ലാ കണ്ടന്റും ആ ഒരു ഫ്രെയിമിലാണ് ആപ്പിൾ ഇത്തവണ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവരാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ആപ്പിളിൻ്റെ റൈറ്റ് ടു റിപ്പയർ പ്രോഗ്രാം ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടായിരിക്കണം ആപ്പിൾ ഇത്തവണ ഇങ്ങനെ ഒരു ട്രയൽ നടത്തിയത്. ഈ റൈറ്റ് ടു റിപ്പയർ എന്നുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഫോണ് സ്വന്തം റിപ്പയർ ചെയ്യാം. അതായത് ആപ്പിളിൻ്റെ ഒരു പാക്കേജ് ഉണ്ടാവും, ടൂൾ കിറ്റ്. ആ ടൂൾ കിറ്റ് നമ്മൾ വാടകയ്ക്ക് എടുക്കുക, പിന്നെ അതിൻ്റെ സ്പെയർ ആപ്പിളിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ബുക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഗൈഡും ഉണ്ടാവും. ആ ഗൈഡെല്ലാം നോക്കിയിട്ട് ഫോൺ അയച്ച് നമ്മൾ തന്നെ മാറ്റുന്ന രീതിയിലാണ് ഈ റൈറ്റ് ടു റിപ്പയർ എന്നുള്ള ഒരു പ്രോഗ്രാം. എനിക്ക് തോന്നുന്നു അത് ഇന്ത്യയിലില്ല, US ഉണ്ട്. ആ ഒരു സംഭവത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആപ്പിൾ ഇപ്പോൾ ഈ ഐഫോണിൻ്റെ 14, 14 പ്ലസിൽ ഇങ്ങനെ ഒരു ഡിസൈൻ പാറ്റേൺ കൊണ്ടുവരാനുള്ള കാരണം. നമ്മളിൽ പല ആളുകളും ഞാൻ അടക്കം തന്നെ പറയാറുണ്ട്, ഐഫോണിൻ്റെ എല്ലാ ഫോൺസും ഒരേപോലെ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത അതേ ഫോൺ തന്നെയാണ് ഇപ്രാവശ്യം ലോഞ്ച് ചെയ്യുന്നത്, ഡിസൈനിൽ ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇന്ത്യയിലായിട്ട് നോക്കുകയാണെങ്കിൽ ഐഫോണിൻ്റെ എല്ലാ ഫോൺസും ഡിഫറെൻ്റ് ആണ്. പൊതുവേ നോക്കുകയാണെങ്കിൽ ഐഫോൺ 13ഉം ഐഫോൺ 14ഉം എക്സാക്ട്ലി സെയിം ആണ്. പക്ഷേ ഐഫോൺ 13ലുള്ള ഡിസ്പ്ലേയോ ബാറ്ററിയോ എന്തുമായിക്കോട്ടെ, ഐഫോൺ 13ൻ്റെ പാർട്സ് ഐഫോൺ 14ൽ സൂട്ട് ആവില്ല. ഇതേപോലെ തന്നെ ഐഫോണിൻ്റെ ഓരോ പാർട്സും ഓരോ മോഡലിനനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. ആപ്പിൾ എപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഫോണിൻ്റെ ഉള്ളിലാണ്. പുറത്തുള്ള ഡിസൈനിൽ ആപ്പിൾ അത്രക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. ഉള്ള കോൺസെൻട്രേഷൻ ഫുള്ള് ആപ്പിളിൻ്റെ ഇന്റേണൽ പാർട്സിലാണ് കൊടുത്തിട്ടുള്ളത്. ഇന്റേണൽ ആയിട്ട് ആപ്പിൾ അവരുടെ ഐഫോൺസിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതൊന്നും സാധാരണക്കാർക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് ഡിസൈൻ എല്ലാം ഒരേപോലെ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ഈ ഒരു വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി ചെക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.